നമസ്കാരം. സഖാക്കളെ മാപ്പ്, പിണറായി വിജയ മാപ്പ്, LDF നിങ്ങളായിരുന്നു ശരി, മാധ്യമങ്ങൾ ഞങ്ങളെ പറ്റിച്ച് വ്യാജ പ്രചരണങ്ങളിൽ ഞങ്ങൾ വീണേ, UDF വന്ന് ഒരാഴ്ച കഴിഞ്ഞില്ല, ജനം UDF കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു, ജനം ദാ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. സുപ്രഭാതം പത്രത്തിന് പോലും UDF ഇപ്പോൾ ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള അടിപിടികളെ വിമർശിച്ച് എഡിറ്റോറിയൽ എഴുതേണ്ടി വന്നിരിക്കുന്നു. എന്തൊരു ദുരവസ്ഥ അല്ലേ? UDF നിങ്ങൾ എവിടെയാ? UDF നിങ്ങൾ എവിടെയാ? ജനങ്ങൾ പാടി തുടങ്ങിയെന്നേ. മലയാളീസേ ഞങ്ങൾ ഡൽഹിയിലാ, മലയാളീസ് ഞങ്ങൾ ഇങ്ങനെ എന്നാണ് UDF മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള അടിപിടികൾ നീളുന്നതും കേരളത്തിൽ UDF ഭരണം ഏറ്റെടുക്കാൻ വൈകുന്നതും ജനങ്ങളെ മാത്രമല്ല കേട്ടോ പ്രതിരോധത്തിലാക്കുന്നത്, ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് അപ്പുറമുള്ള ഭരണ നടപടികൾ അവതാളത്തിലാക്കുകയാണ്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നീക്കിയിട്ട് 6 ദിവസമായെങ്കിലും പെരുമാറ്റച്ചട്ടം നിലനിന്ന അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും സർക്കാർ പ്രവർത്തനങ്ങൾ. വിദ്യാഭ്യാസ വകുപ്പിലും പോലീസിലും സ്ഥലം മാറ്റം ഉൾപ്പെടെയുള്ളവ നടക്കാത്തത് പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇൻസ്പെക്ടർ മുതൽ താഴോട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ വിവിധ ജില്ലകളിലേക്ക് സ്ഥലം മാറ്റാറുണ്ട്. തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാകുമ്പോൾ അവരെയൊക്കെ തിരികെ നിയമിക്കാറുമുണ്ട്. ഇക്കുറി അതുപോലും നടന്നിട്ടില്ല എന്നുള്ളതാണ്. ജില്ലാ തലങ്ങളിൽ ചെറിയ സ്ഥലം മാറ്റങ്ങൾ ഉണ്ടായെങ്കിലും പ്രതിഷേധം ഉയർന്നതോടെ ചിലയിടങ്ങളിൽ അത് റദ്ദാക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ഈ സാഹചര്യത്തിൽ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം മാത്രം സ്ഥലം മാറ്റങ്ങൾ നടത്തിയാൽ മതിയെന്ന് പോലീസ് ആസ്ഥാനത്ത് നിന്ന് നിർദ്ദേശമുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. സർക്കാർ അധികാരമേൽക്കാത്തതിനാൽ വകുപ്പ് സെക്രട്ടറിമാരും കാര്യമായ തീരുമാനങ്ങൾ എടുക്കുന്നില്ല എന്നുള്ളതാണ്. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ഇനിയുള്ളത്. പാഠപുസ്തകങ്ങളുടെ വിതരണമാകട്ടെ നടന്നിട്ടുമില്ല. ആ കാര്യത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ പാഠപുസ്തകം കിട്ടാൻ സാധ്യത വളരെ വളരെ കുറവാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. LDF കാലത്ത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് കുട്ടികളുടെ കയ്യിൽ പാഠപുസ്തകം എത്തിയിരുന്നു, അല്ലെ? കറക്റ്റ് അല്ലേ? ഭരണം മാറുമ്പോൾ പഴയ UDF ഭരണകാലം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ സാഹചര്യങ്ങൾ. പാഠപുസ്തകങ്ങളില്ലാതെ പഠിക്കേണ്ടി വന്ന കാലഘട്ടം, ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയെടുത്ത് പഠിക്കേണ്ടി വന്ന കാലഘട്ടം, സെക്രട്ടറിമാരും ഡയറക്ടർമാരും വഴിയുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾ മാത്രമാണ് വിവിധ വകുപ്പുകളിൽ ഇപ്പോൾ നടക്കുന്നത്. കാവൽ സർക്കാർ ഉണ്ടെങ്കിലും സർക്കാർ അനുമതി ആവശ്യമായുള്ള തീരുമാനങ്ങൾക്കൊന്നും ഉദ്യോഗസ്ഥർ മുതിരുന്നില്ല എന്നുള്ളതാണ്. ചില വകുപ്പുകളിൽ ഡയറക്ടർമാരും സെക്രട്ടറിമാരും അവധിയിലാണെന്നതും വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികളിൽ നടപടികളുമായി മുന്നോട്ടു പോകാനും മുതിർന്ന ഉദ്യോഗസ്ഥർ മുതിരുന്നില്ല. വിദ്യാഭ്യാസ വകുപ്പിലാകട്ടെ വിദ്യാഭ്യാസ ധനമന്ത്രിമാരുടെ ഇടപെടൽ ഉണ്ടാകേണ്ട കാര്യങ്ങൾ ഉദ്യോഗസ്ഥ തലങ്ങളിൽ ചെയ്യുന്നുണ്ടെങ്കിലും പുരോഗതി ഉണ്ടാകുന്നില്ലെന്നും ഉദ്യോഗസ്ഥർ തന്നെ ചൂണ്ടിക്കാട്ടുന്നുള്ളൂ എന്ന് തന്നെ മാധ്യമത്തിൽ കണ്ടു. സെക്രട്ടറിമാർ തീരുമാനങ്ങൾ കൈക്കൊള്ളാത്തതിനാൽ സ്ഥാനക്കയറ്റം ലഭിക്കാത്ത ഉദ്യോഗസ്ഥർ വിരമിക്കേണ്ടി വരുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടാവുകയാണ്. അങ്ങനെ മൊത്തത്തിൽ കേരളത്തിൽ ഭരണം UDF ഏറ്റെടുക്കാത്തത് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയാണ്. റിസൾട്ട് വന്ന് ഒരാഴ്ചയാകുമ്പോഴും ഭരണം ഏറ്റെടുക്കാത്തത് ഗവർണറും വളരെ ഗൗരവത്തോടെ തന്നെയാണ് വീക്ഷിക്കുന്നത്. സർക്കാർ രൂപീകരിക്കാൻ മതിയായ ഭൂരിപക്ഷം ജനം കൊടുത്തിട്ടും ജനവിധിയെ അവഹേളിക്കുന്ന UDF ധാർഷ്ട്യത്തിന് എതിരെ വലിയ ഒരു ജനരോഷം ഉയരുകയാണ്. ഇനിയും ഭരണമേൽക്കുന്നത് വൈകിയാൽ ഗവർണർ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും എന്നത് വളരെ നിർണായകമാണെന്ന് പറയാതെ വയ്യ. അതേസമയം കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രസവ ചികിത്സയ്ക്കിടെ 29-കാരി ചികിത്സാ പിഴവ് മൂലം മരിച്ച വാർത്ത ഇന്ന് എല്ലാവരും കണ്ടു കാണും. അത് വലിയ ചർച്ചയാവുകയുമാണ്. കുഞ്ഞിനെ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തത് യുവതി മരിച്ച ശേഷമാണെന്നാണോ ഉയർന്നു വരുന്ന ആരോപണം. ആലപ്പുഴ ഓമനപ്പുഴ പൊള്ളയിൽ അനീഷിന്റെ ഭാര്യ ഫെബയ്ക്കാണ് ഇത്തരത്തിൽ മെഡിക്കൽ കോളേജിന്റെ ചികിത്സാ പിഴവ് മൂലം ജീവൻ നഷ്ടപ്പെട്ടത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. UDF വന്നതും ഇരുണ്ട കാലം തിരികെ എത്തിയെന്നും എവിടെ ആരോഗ്യ വകുപ്പ് മന്ത്രി, അങ്ങനെ ഒരു മന്ത്രി ഉണ്ടോ, സർക്കാർ എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടി ഉണ്ടോ എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. UDF നേതാക്കളാകട്ടെ ഈ വിഷയത്തിൽ ഇടപെടുകയോ ഒരു പ്രതികരണം രേഖപ്പെടുത്തുകയോ ആ ഫെബയുടെ വീടൊന്ന് സന്ദർശിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ ചെയ്യാത്തത് വലിയ പ്രതിഷേധത്തിനാണ് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. മാധ്യമങ്ങളും UDF പഴിചാരാതെ മൃദു സമീപനമാണ് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത്. ഓർക്കുന്നില്ലേ, കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പഴയ 14-ാം വാർഡ് കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണ് ബിന്ദു എന്ന് പറയുന്ന ഒരു അമ്മ, തലയോലപ്പറമ്പുകാരി മരിച്ച സംഭവം. അതായത് ഉപയോഗിക്കാത്തിരുന്ന ഒരു കെട്ടിടമാണ്. ആ കെട്ടിടത്തിലേക്ക് അമ്മ ഓടിച്ചെന്ന് അവിടെ നിൽക്കുകയായിരുന്നു. അങ്ങനെ ആ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണാണ് ഈ അമ്മ മരിച്ചത്. ഒരു ചികിത്സാ പിഴവ് കൊണ്ടൊന്നും മരിച്ചതല്ല. അന്ന് എന്തൊക്കെ പ്രഹസനമാണ് കോൺഗ്രസ്സുകാർ കാണിച്ചു കൂട്ടിയത്. ചികിത്സാ പിഴവ് മൂലമല്ല അമ്മയുടെ മരണമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. എന്നിട്ടും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് പറഞ്ഞ അന്നത്തെ പ്രതിപക്ഷം ആംബുലൻസ് തടഞ്ഞും പ്രക്ഷോഭങ്ങൾ നടത്തിയൊക്കെ കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടലുകൾ, നാടകങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, അല്ലെ? ആ UDF ഇപ്പോൾ എവിടെയാണ്? ഫെബയുടെ മരണം ചികിത്സാ പിഴവ് മൂലമാണ് എന്ന് എല്ലാവർക്കും അറിയാം. പ്രതിഷേധം നടത്തണ്ടേ UDF? ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കണ്ടേ UDF? എവിടെ പോയി നമ്മുടെ UDF? എവിടെ പോയി? ചാണ്ടി ഉമ്മൻ,
അവരെ പുറത്താക്കണ്ടേ ചാണ്ടിയുമ്മ? മാധ്യമങ്ങൾക്കും ഒരു മിണ്ടാട്ടമില്ല, അന്തിച്ചർച്ചയുമില്ല. കാരണം UDF ഭരണകാലത്ത് മാധ്യമങ്ങൾക്ക് നാവില്ല. അവർ അന്ധരും മൂകരുമാണ് സർ. മുഖ്യമന്ത്രി പദം സംബന്ധിച്ച് കോൺഗ്രസിൽ നീളുന്ന ചർച്ചകളിൽ രൂക്ഷ വിമർശനമായി സമസ്ത മുഖപത്രമായിട്ടുള്ള സുപ്രഭാതത്തിൽ ഒരു എഡിറ്റോറിയൽ കണ്ടു. ജനവിധിയെ അപഹസിക്കരുത് എന്ന തലക്കെട്ടിലാണ് ഈ എഡിറ്റോറിയൽ വന്നിട്ടുള്ളത്. അതുകൂടി ഞാനൊന്ന് വായിക്കാം. അത് വായിക്കേണ്ട ഒരു എഡിറ്റോറിയൽ തന്നെയാണ്, നിങ്ങൾ കേൾക്കേണ്ടതുമാണ്. പൂർണ്ണമായും ഇത് കേൾക്കുക. ജനാധിപത്യത്തിൽ യജമാനന്മാർ ജനങ്ങളാണെന്ന് തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം കേൾക്കുന്ന വാഴ്ത്തുപാട്ടോ, അധികാര പദവി എന്ന പരകായ പ്രവേശത്തിലേക്കുള്ള വഴി മാത്രമാണ് പലർക്കും ജനങ്ങൾ. പദവിയിലേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടാൽ പിന്നെ ജനങ്ങൾ തങ്ങളുടെ അടിമകളാണെന്ന മനോഭാവം ചിന്തയിലും പ്രവൃത്തിയിലും പടരുന്നു. അവസരം കിട്ടുമ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും പൊതുജനം കഴുതയെന്ന് പറയാൻ രാഷ്ട്രീയ നേതാക്കളിലെ ബഹുഭൂരിപക്ഷവും തെല്ലും മടികാട്ടാറില്ല. ജയിപ്പിച്ച ജനങ്ങളോട് ഒട്ടും പ്രതിബദ്ധതയില്ലാത്ത സമീപനം പിന്തുടരുന്ന പാർട്ടികൾ രാജ്യത്തുണ്ട്. അക്കാര്യത്തിൽ കോൺഗ്രസും ഒട്ടും പിന്നിലല്ലെന്നാണ് പിന്നിട്ട ദിവസങ്ങളിലെ വർത്തമാനങ്ങൾ ബോധ്യപ്പെടുത്തുന്നത്. 10 ആണ്ടുകാലം തങ്ങളെ ഭരിച്ച ഒരു ഭരണകൂടത്തെ പുറന്തള്ളി പകരം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കേരള ജനത ചരിത്ര വിജയം സമ്മാനിച്ചു. എന്നാൽ ജനവിധിയുടെ വിശാലമായ അർത്ഥവും ബാധ്യതയും ഉൾക്കൊണ്ട് ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങളിലേക്ക് കടക്കുന്നതിന് പകരം നിഴലാട്ടങ്ങളിൽ അഭിരമിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോഴും. ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് ലാഘവത്തോടെ ആയിരിക്കണമെന്ന് ആരും കരുതുന്നില്ല. അങ്ങനെ ആവുകയും വരുത്. അടച്ചിട്ട മുറിയിലെ ചർച്ചകളോ കേവല വ്യക്തിയിൽ കേന്ദ്രീകരിച്ച തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കലോ വേണമെന്നല്ല. അതൊക്കെ ജനാധിപത്യത്തിന്റെ സത്തയ്ക്ക് എതിരാണെന്ന ബോധവും എല്ലാവർക്കുമുണ്ട്. ജനാധിപത്യ മാർഗത്തിലൂടെ കൂടിയാലോചനകളിലൂടെ തന്നെയാണ് അത് പ്രാവർത്തികമാക്കേണ്ടത്. എന്നാൽ ഇവിടെ ജനം തിരഞ്ഞെടുത്ത 102 MLA-മാർക്കോ അവരെ നയിക്കുന്ന മുന്നണിക്കോ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കാൻ ഇത്രയും കൂലങ്കഷമായ ചർച്ചകൾക്കൊടുവിലും കഴിയാതെ പോകുന്നു എന്ന് തീർത്തും അമ്പരപ്പിക്കുന്ന കൊള്ളരുതായ്മയാണെന്ന് തന്നെ വേണം പറയാൻ. ഇവിടെ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള കാലതാമസം സൃഷ്ടിക്കുന്ന തർക്കങ്ങളും വിവാദങ്ങളും ജനങ്ങളോടുള്ള പരിഹാസവും വെല്ലുവിളിയുമാണെന്ന് പറയാതെ വയ്യ. കോൺഗ്രസിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന സാമാന്യവൽക്കരണം കൊണ്ട് ന്യായീകരിക്കാവുന്നതല്ല മുഖ്യമന്ത്രി നിർണയത്തിലെ കാലതാമസവും അത് ഉളവാക്കുന്ന അനിശ്ചിതത്വവും. കേരളത്തിൽ UDF-ന് ചരിത്ര വിജയം ലഭിച്ചത് അവരുടെ സംഘടനാ ശേഷി കൊണ്ടും സ്വാധീനം കൊണ്ടും മാത്രമല്ലെന്ന് മറ്റാരേക്കാൾ അവർക്കറിയാം. കോൺഗ്രസ് 63 വിജയിച്ചതും മറ്റിടങ്ങളിൽ സഖ്യകക്ഷികൾ ജയിച്ചു വന്നതും ആ പാർട്ടിക്കാരുടെ വോട്ട് കൊണ്ട് മാത്രമല്ല, എല്ലാ പാർട്ടികളിലും പെട്ടവരും അതിലൊന്നും പെടാത്തവരുമായ ജനങ്ങളുടെ ഭാഗധേയമാണ്. ഭരണത്തിലിരിക്കുന്ന സർക്കാരിനെതിരായ കടുത്ത ജനരോഷമാണ് UDF-ന് അനുകൂലമായ വോട്ടൊഴുക്കായി മാറിയത്. അതിൽ ഇടതു പാർട്ടികളിലെ അണികളും എന്തിന് അവരുടെ സജീവ പ്രവർത്തകർ തന്നെയുണ്ട്. അവരെ വിസ്മരിച്ചുള്ള നാടകങ്ങളാണ് ഇപ്പോൾ അരങ്ങുവാഴുന്നത്. ജനങ്ങൾ അന്ധഭക്തരോ അടിമകളോ ഉദാസീനരോ ആണെന്ന് ധരിക്കുന്നത് അവിവേകം മാത്രമല്ല, സ്വയം കുഴിതോണ്ടലാണ്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ എന്തിനാണ് ഇത്രയും കാലതാമസം എന്ന് ചോദിക്കുന്നവർ എതിരാളികൾ മാത്രമല്ല, തങ്ങളെ അവഗണിച്ചും അധിക്ഷേപിച്ചും വെല്ലുവിളിച്ചും നടന്നവരോടുള്ള മറുപടി ഉള്ളിലൊതുക്കി നിശബ്ദമായി പോളിംഗ് ബൂത്തിലെത്തി വോട്ടു പെട്ടിയിൽ ആഞ്ഞുകുത്താൻ നിർബന്ധിതരായ ഇന്നാട്ടിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളുമാണ്. LDF-നെ കൈവിട്ട് അവർ UDF-നെ പിന്തുണച്ചതിന് കൃത്യമായ കാരണങ്ങളും സാഹചര്യങ്ങളും ഉണ്ട്. അതാകട്ടെ UDF-നോടുള്ള ആശയാഭിമുഖ്യം, വിശ്വാസ്യത, വാഗ്ദാനങ്ങളിലെ ആകർഷകത എന്നിവയ്ക്കൊക്കെ അപ്പുറം കേരളം ഭരിച്ചവരോടുള്ള കടുത്ത പ്രതിഷേധം കൂടിയാണ്. അങ്ങനെ സഹികെട്ട് ഭരണമാറ്റത്തിന് വോട്ട് ചെയ്തവരെ കോൺഗ്രസ് പരിഹസിക്കരുത്. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ നടക്കുന്ന വടംവലികളും പുറകെ നടക്കുന്ന ചേരിതിരിഞ്ഞുള്ള ശക്തി പ്രകടനങ്ങളും ജനങ്ങളോടുള്ള മര്യാദയില്ലായ്മയാണ്. ജയിപ്പിച്ചു വിട്ടവരോട് അല്പമെങ്കിലും കൂറും ബഹുമാനവും ഉത്തരവാദിത്വവും ഉണ്ടായിരുന്നുവെങ്കിൽ കോൺഗ്രസ് ഈ വിധമുള്ള അന്തർനാടകങ്ങൾക്ക് അരങ്ങൊരുക്കില്ലായിരുന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കണമെന്നും സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നും ആരും ആവശ്യപ്പെടുന്നില്ല. നിയമങ്ങളിൽ പോലും അത്തരത്തിലുള്ള നിർബന്ധമോ നിഷ്കർഷതയോ ഇല്ലതാനും. എന്നാൽ ഫലമറിഞ്ഞ് ഒരാഴ്ച പിന്നിട്ടിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം കൂടുതൽ സങ്കീർണമാകുന്നത് തങ്ങളുടെ കഴിവില്ലായ്മയാണെന്നതും അതുവഴി ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം വിസ്മരിക്കുകയാണെന്നും കോൺഗ്രസ് സമ്മതിക്കേണ്ടതുണ്ട്. ജയിച്ചു വന്ന MLA-മാർ കക്ഷി നേതാവിനെ തീരുമാനിക്കുക എന്ന പതിവ് കീഴ്വഴക്കത്തിലൂടെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ കഴിയാതെ വന്നതോടെ നിർണയം കോൺഗ്രസ് ഹൈക്കമാൻഡിന് വിട്ടെങ്കിലും അവിടെയും ചർച്ചകൾ അനിശ്ചിതമായി നീളുകയാണ്. അവകാശവാദങ്ങളും സമ്മർദ്ദങ്ങളും കൊണ്ട് മുഖ്യമന്ത്രിയെ സ്ഥാനമോഹികൾ നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കുന്നത് ആശ്വാസ്യമായതല്ല. പാർട്ടി നേതാക്കളെ വിളിച്ചിരുത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത നേതൃത്വമാണോ, അതല്ലെങ്കിൽ നേതൃത്വത്തിന് വഴിപ്പെടാത്ത നേതാക്കളാണോ കോൺഗ്രസിന്റെ പ്രതിസന്ധി എന്ന പാർട്ടി ആഴത്തിൽ പരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പദവികളാണ് ആത്യന്തിക ലക്ഷ്യമെന്ന അധികാരബദ്ധ രാഷ്ട്രീയത്തിന് കോൺഗ്രസ് നേതാക്കൾ ഇനിയെങ്കിലും തിരുത്തൽ വരുത്തണം. രാജ്യത്ത് വർഗീയ വിദ്വേഷക ശക്തികൾ കൂടുതൽ വ്യാപിക്കുകയും ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നു. മതേതര ജനാധിപത്യ പാർട്ടികൾ ശോഷിക്കുന്നു. ഇത്തരമൊരു വർത്തമാനകാലത്ത് കോൺഗ്രസ് കാലത്തിന്റെ ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള കഠിന ശ്രമം നടത്തേണ്ടത് ഇന്ത്യ എന്ന ആശയത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്.
കരുത്തുകൂട്ടി രാജ്യത്തിന്റെ കാവലാകുന്നതിനു പകരം അധികാര പദവിയെ ചൊല്ലി തെരുവിൽ കലഹിക്കുന്നത് സ്വയം നശിപ്പിക്കൽ മാത്രമല്ല, വർഗീയ വിദ്വേഷക ശക്തികളെ വളർത്തൽ കൂടിയാണ്. ഈ ഘട്ടത്തിലെങ്കിലും കോൺഗ്രസ് കടമ വിസ്മരിക്കരുത്. കാല വിളംബരമില്ലാതെ ജനങ്ങളോടുള്ള ബാധ്യത നിറവേറ്റണം. 1 മണിക്കൂർ നേരത്തെയെങ്കിൽ അത്രയും നേരത്തെ എന്നാണ് എന്തായാലും സമസ്ത പറയുന്നത്. സമസ്തയിൽ പറയുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് എതിർക്കേണ്ടതുണ്ട്. അത് വേറൊന്നുമല്ല, ഈ തോൽവിക്ക് കാരണം എന്ന് പറയുന്നത് മാധ്യമങ്ങളിൽ വന്ന വ്യാജ വാർത്തകളാണ്. പിണറായി വിജയനും ആ പാർട്ടിക്കുമൊക്കെ ഒരു 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 രീതിയിലുള്ള മോശം ഒരു ഇമേജ് ഉണ്ടാക്കിയെടുത്തത് മാധ്യമങ്ങളാണ്. ഒരു പിണറായി വിരുദ്ധ വികാരവും ഇടത് വിരുദ്ധ വികാരവും ഒക്കെ ഉണ്ടാക്കിയെടുത്തത് മാധ്യമങ്ങളുടെ വ്യാജ വാർത്തയാണ്. അത് ഈ സമസ്ത മുഖപത്രം മനഃപൂർവ്വം അങ്ങ് വിസ്മരിച്ചതാണ്. എന്തുവാകട്ടെ, എന്തായാലും അതിശക്തമായി തന്നെ VDAയും KCAയും RCയും ഒക്കെ വിമർശിക്കുന്നു. അത് ജനങ്ങൾ കണ്ണൂർന്ന് കാണേണ്ടതാണ്. ഒപ്പം ഇത് അവർ തന്നെ, അതായത് UDF തന്നെ പരിശോധിക്കേണ്ടതാണെന്ന് പറഞ്ഞു വെച്ചുകൂട്ട് നിർത്തട്ടെ.